പാറശാല പൊഴിയൂരിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തി. പാറശാല സ്വദേശി മനോജാണ് കൊല്ലപ്പെട്ടത്. നിരവധി കേസുകളിൽ പ്രതിയാണ് കൊല്ലപ്പെട്ട മനോജ്. പൊഴിയൂർ സ്വദേശി ശശിധരൻ എന്ന ആൾക്കായാണ് പോലീസ് തിരച്ചിൽ ആരംഭിച്ചിട്ടുള്ളത്. വിവരങ്ങളുമായി ശ്രീനന്ദ SP ചേരുന്നുണ്ട്. ശ്രീനന്ദ, വളരെ ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ഈ നിരവധി കേസുകളിൽ പ്രതിയായ പാറശാല പൊഴിയൂരിൽ ഒരു യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നത്. പാറശാല സ്വദേശി മനോജാണ് കൊല്ലപ്പെട്ടത്. എപ്പോഴായിരുന്നു കൊലപാതകം? ആരാണ് കൊലപാതകി എന്ന് സംശയിക്കുന്ന പ്രതി? ഒപ്പം ഈ മനോജിന് അടുത്തിടെയെങ്ങാനും വല്ല വധഭീഷണി എന്തെങ്കിലും നേരിട്ടിരുന്നോ? അശ്വതി, ഇന്ന് വൈകിട്ട് 6 മണിയോടെയാണ് സംഭവം നടന്നിരിക്കുന്നത്. തിരുവനന്തപുരം പാറശാല പൊഴിയൂരിനടുത്താണ് ഇത്തരത്തിൽ ഞെട്ടിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇവർ രണ്ടുപേരും, മരണപ്പെട്ട മനോജും അതുപോലെ തന്നെ കൊലപ്പെടുത്തി എന്ന് പറയപ്പെടുന്ന ശശിധരൻ എന്ന ആളും, രണ്ടുപേരും ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വ്യക്തികളാണ്. രണ്ടുപേരും തമ്മിൽ പകയുണ്ടായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് മനോജിനെ ശശിധരൻ വെട്ടിക്കൊലപ്പെടുത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. നിരവധി കേസുകളിൽ പ്രതിയാണ് മനോജും. അതുപോലെ തന്നെ ഈ കൊലപ്പെടുത്തിയ യുവാവായ ശശിധരൻ എന്ന് പറയുന്ന ആളും. മനോജിന് 40 വയസ്സാണ്. പൊഴിയൂരിന് സമീപത്ത് വെച്ചായിരുന്നു വൈകുന്നേരം 6 മണിയോട് കൂടിയായിരുന്നു ഇത്തരത്തിലൊരു നാടിനെ നടുക്കിയ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. തത്സമയം തന്നെ മനോജ് മരണപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പോലീസ് എന്തായാലും കേസെടുത്ത അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നെയ്യാറ്റിങ്കര മെഡിക്കൽ കോളേജിലേക്ക് ഇയാളുടെ മൃതശരീരം മാറ്റിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പോലീസ് ഈ ശശിധരന് വേണ്ടിയുള്ള അന്വേഷണത്തിലാണ്. ഇയാളെ ഉടൻ തന്നെ പിടികൂടാൻ സാധിക്കുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അശ്വതി. ശരി ശ്രീനന്ദ, വിവരങ്ങൾ വ്യക്തമാണ്. ഒരു ഗുണ്ടാ കുടിപ്പകയാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിൽ കലാശിച്ചത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരം. എന്തായാലും പോലീസ് വളരെ വിശദമായി അന്വേഷിക്കുകയാണ്. ഈ പ്രതിക്കായുള്ള തിരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്. നിരവധി കേസുകളിൽ പ്രതിയാണ് കൊല്ലപ്പെട്ട മനോജും ഒപ്പം ഈ കൊലപ്പെടുത്തിയ പൊഴിയൂർ സ്വദേശി ശശിധരനും. ഇരുവരും ഗുണ്ടകളാണ്, ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണ്. നിരവധി കേസുകളിൽ പ്രതികൾ കൂടിയാണ്. എന്തായാലും ഇരുവരും തമ്മിലുള്ള പ്രശ്നം ഒരു കൊലപാതകത്തിലേക്ക് കലാശിച്ചു എന്നാണ് ഞങ്ങളുടെ പ്രതിനിധി ശ്രീനന്ദ SP നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം.